ട്രംപിന് എന്തുകൊണ്ടും കഷ്ടകാലമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇന്ത്യയെ ഏത് രീതിയിലും തളയ്ക്കാനായിട്ടുള്ള ശ്രമം ട്രംപ് നടത്തുമ്പോൾ ഇന്ത്യ കുതിച്ചുയരുകയാണ്. ഇപ്പോൾ കാണാം, സോഹോ എന്ന് പറഞ്ഞൊരു കമ്പനി ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൂഗിളിന് പകരമാണ്, ചൈനയുമായി ചേർന്നുകൊണ്ടാണ്, അതായത് ചൈനയിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്ത് അവിടെ നിന്നും പല കാര്യങ്ങളുമൊക്കെ കൊണ്ടുവന്നിട്ടാണ് സോഹോ ഇവിടെ വികസിച്ചു കൊണ്ടിരിക്കുന്നത്. ചൈനയ്ക്ക് ഭയന്നുകൊണ്ട് ഇന്ത്യക്ക് ഇപ്പോൾ സോഹോ വന്നു. H1B വിസ നിരോധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞാൽ സോഹോയിലേക്ക് അവരെ നമുക്ക് റിക്രൂട്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഗൂഗിളിന് വലിയ താക്കീതൊക്കെയാണ് ട്രംപ് കൊടുക്കുന്നത്. ആപ്പിളിന് കൊടുത്തു. ആപ്പിൾ ഇന്ത്യയിൽ ഇനിയും പണിയെടുക്കുകയാണെങ്കിൽ ആപ്പിളിനെതിരെ കടുത്ത നടപടികൾ ഞങ്ങൾക്ക് എടുക്കേണ്ടി വരുമെന്ന് ട്രംപ് പറഞ്ഞതും ട്രംപിൻ്റെ വാക്കിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ആപ്പിൾ ഇപ്പോഴും ഇവിടെ നിൽക്കുകയാണ്. സാംസങ് ഇവിടെ നിൽക്കുകയാണ്. എന്തിനു പറയുന്നു, ഇപ്പോൾ ഗൂഗിളിന് വലിയ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഗൂഗിൾ വലിയ പണി കൊടുക്കണം ഇന്ത്യക്ക് എന്നുള്ളത്. ഈ ഗൂഗിൾ അവരുടെ ഏറ്റവും വലിയ ഓഫീസ് ഇപ്പോൾ ഇന്ത്യയിൽ സ്ഥാപിക്കാനുള്ള വലിയ രീതിയിലുള്ള ഒരു ആലോചനയിലാണ് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഇപ്പോഴിതാ ആന്ധ്രാപ്രദേശിൽ ഗൂഗിൾ 88,000 കോടി രൂപ, ഏകദേശം 1 ലക്ഷം കോടിയാകാനായിട്ട് 12,000 കോടി രൂപ മാത്രമേ ബാക്കിയുള്ളൂ. അതായത് 88,000 കോടി രൂപ നിക്ഷേപിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇത് ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ചന്ദ്രശേഖർ നായിഡുവാണ് പറഞ്ഞിരിക്കുന്നത്. ടെക് ഭീമനായിട്ടുള്ള ഗൂഗിൾ വിശാഖപട്ടണത്ത് 3 വർഷത്തിനുള്ളിൽ ഡാറ്റാ സെൻറ്റർ, AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അനുബന്ധ പദ്ധതികളിൽ 88,000 കോടി രൂപ നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് വാർത്ത. സ്വതന്ത്ര ഇന്ത്യയിൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആരംഭിച്ചതിനു ശേഷം ഒരു കമ്പനി നടത്തുന്ന ഏറ്റവും വലിയ നിക്ഷേപമാണ് എന്നുള്ളതാണ്. കാരണം സോഹോയിൽ ഗൂഗിൾ ഒന്ന് ആടി ഉലയുകയാണ്. സോഹോ വളർന്നു പോയി കഴിഞ്ഞാൽ ഗൂഗിളിന് അത് പണിയാവും. ഇന്ത്യ എന്ന് പറയുന്ന മാർക്കറ്റ് ഗൂഗിളിന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഗൂഗിൾ പിന്നെ എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഒന്നാമത് ചൈനയില്ല, ഇപ്പോൾ ഇന്ത്യയും കൂടെ പോയി കഴിഞ്ഞാൽ ഏകദേശം 300 കോടി ജനങ്ങളുടെ ഒരു മാർക്കറ്റാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 700 കോടി ജനങ്ങളാണ് ആകെ ലോകത്തുള്ളത്. ബാക്കി 400 കോടി ജനങ്ങളിൽ എല്ലാ ആൾക്കാരും ഗൂഗിൾ ഉപയോഗിക്കുമോ എന്നുള്ള കാര്യത്തിൽ പോലും നമുക്ക് വ്യക്തതയില്ല. ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പല രാജ്യങ്ങളും ഇൻ്റർനെറ്റ് പോലും ഇല്ലാത്ത രാജ്യങ്ങളാണ്. ഇന്ത്യയിലാണെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യയുണ്ട്. ഇൻ്റർനെറ്റ് ഒരു മൗലികാവകാശമായി തന്നെ മാറിക്കഴിഞ്ഞു. 140 കോടി ജനങ്ങളും കൃത്യമായി ഇൻ്റർനെറ്റ് പരിജ്ഞാനം നേടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു 70% ആൾക്കാർ അത് നേടിയും കഴിഞ്ഞു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഗൂഗിൾ ഈ ഇന്ത്യയിൽ വന്ന് നിക്ഷേപിക്കാനുള്ള വലിയ ശ്രമം നടത്തുകയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ നിക്ഷേപം നടത്തുന്ന ഒരു ടെക് ഭീമനായി ഗൂഗിൾ മാറാനുള്ള ശ്രമത്തിലാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.